ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, വന്ന് കള്ളക്കടലിൻ്റെ ഭാഗമായിട്ട് കടലിൽ കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാത്രി എന്തായി എന്ന് കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചു, നമുക്ക് ചോദിച്ചു രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ. രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല. എന്നാലും കടൽ നല്ലവണ്ണം കയറിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പറമ്പിലേക്കൊക്കെ നല്ലവണ്ണം വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, കടൽ എവിടം വരെ കയറിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. ഇതിലൊക്കെ കടൽ നല്ല പോലെ ഒഴുകിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പറമ്പിലേക്കൊക്കെ കടൽ നല്ല പോലെ ഒഴുകിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതായിട്ട് ഒഴുകിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ മുമ്പൊക്കെ ഉണ്ടാവാറുള്ള പോലെ എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്കൊന്നും കടലെത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ശരിക്കും നന്നായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പല സ്ഥലത്തും ആയിട്ടാണ് ഉണ്ടാവുന്നത്. ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കയറിയിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ തെക്കോട്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം പറഞ്ഞത്. കാരണം എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ ഈ സംഭവം ഉണ്ടാവാറുണ്ട്. വാണിംഗ് ഒക്കെ ഏകദേശമൊക്കെ കറക്റ്റ് തന്നെയാണ്. ഈ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം പറയുന്ന വാണിങ്ങുകളൊക്കെ ഏകദേശം നടക്കാറുണ്ട്. പക്ഷെ അതെല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ അവിടെ അത്രയ്ക്ക് കാര്യമായില്ല. പക്ഷെ തെക്കോട്ടൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തത്. അപ്പോൾ നല്ലതുപോലെ ഇവിടെയൊക്കെ അതിന് ശേഷം നമ്മൾ പോയതിന് ശേഷം നല്ലപോലെ കടൽ ഒഴുകിയിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതാ ഒഴുകി പോയിട്ടുള്ള അടയാളങ്ങളാണ് ഈ കാണുന്നത്. വെള്ളം ഒഴുകി ഒരുപാട് ദൂരം വെള്ളം ഒഴുകി പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോഡൊക്കെ കടന്ന് അപ്പുറത്തേക്കൊക്കെ ഒരുപാട് വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. റോഡ് എന്ന് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞത് റോഡാണെന്ന് തോന്നണമെന്നൊന്നുമില്ല. റോഡൊക്കെ മൂടിപ്പോയി, കണ്ടോ, മണ്ണിൽ കംപ്ലീറ്റ് ആയിട്ട് മൂടിപ്പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡും എല്ലാം മൂടിപ്പോയി. ഇപ്പോൾ ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുമ്പ് നമുക്ക് ഇവിടം വരെ മണലിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വടക്കോട്ട് അഴിമുഖം വരെയുള്ള റോഡ് ക്ലിയറായിട്ട് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മൂടിപ്പോയി. ഇതിലൊക്കെ ഇതാ കടൽ നല്ലപോലെ ഒഴുകിയിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു ഭാഗത്താണ് നന്നായിട്ട് കടലടിച്ച് കയറിയിരുന്നത് ഇന്നലെ. ആ ഒരു വീട് ഏകദേശം മൂടിപ്പോവാറായിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാവാറ്. അതായത് ആദ്യം ഒരു വീടിനെ മണലിട്ട് മൂടിക്കളയും, അതിന് ശേഷം പതുക്കെ അടിയിൽ നിന്ന് തുരന്നെടുത്ത് ആ വീടിനെ മറച്ചിടും. അങ്ങനെയാണ് ഇവിടെ എല്ലാ വീടുകളും പോയിട്ടുള്ളത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരുപാട് വീടുകൾ ഇങ്ങനെ കടലിൽ വീണ് പോകുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആദ്യം സംഭവിക്കാറ്. ഇതുപോലെ മണലിട്ട് മൂടും. ഇതിൻ്റെ ഉള്ളിലൊക്കെ മണൽ കയറിയിരിക്കുക, കണ്ടോ. വീടിൻ്റെ ഉള്ളിലെല്ലാം മണൽ കൊണ്ട് നിറച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. റൂമുകളിലും ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കി കംപ്ലീറ്റ്ലി നിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് അടിഭാഗത്ത് നിന്ന് തുറന്ന് വീട് മറിഞ്ഞ് വീഴുന്നൊരവസ്ഥ വരും. അങ്ങനെയാണ് ഇവിടെ എല്ലാ വീടിനും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാവിലെയും കുറച്ച് തിരമാലകളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ കടൽ ശാന്തമായിട്ട് കിടക്കാറുള്ള സമയമാണ്. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം നല്ല തിരമാലകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് വൈകിട്ടത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇന്നലെ വരെയാണ് ശരിക്കും വാണിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം രാവിലത്തെ അവസ്ഥ എങ്ങനെയാണ്, ഈ ഒരു പ്രദേശം കംപ്ലീറ്റ്ലി കടലാക്രമണത്തിൽ തകർന്നു പോയ സ്ഥലമാണ് കേട്ടോ. ഈ തെങ്ങുകളെല്ലാം നിൽക്കുന്നതുണ്ടോ, ഈ തെങ്ങുകളുടെയൊക്കെ ഒരു ഹൈറ്റും കണ്ടോ. ഇത്രയും വലിപ്പമുള്ള തെങ്ങുകളെല്ലാം ഇപ്പം തലയില്ലാതെ നിൽക്കണത്, ഇതൊക്കെ കടൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കടൽ ഭിത്തി ഇവിടെയാണ് കുറച്ചെങ്കിലും കടൽ ഭിത്തിയുടെ കല്ലുകൾ ബാക്കിയുള്ളത്. ബാക്കി ഇവിടെ എല്ലാം കടൽ ഭിത്തി ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. അതായത് ഇവിടെയല്ല കടൽ ഭിത്തി, ഇവിടെ നിന്നും ഒരു 100 മീറ്ററോളം അപ്പുറത്തായിരുന്നു കടൽ ഭിത്തി ഉണ്ടായിരുന്നത്. അതിൻ്റെ കല്ലുകളാണ് അടിച്ച് കയറ്റി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന കുറച്ച് കല്ലുകൾ. ബാക്കിയെല്ലാം പോയി. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ അറിയിക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചതുകൊണ്ട് മാത്രം അപ്ഡേറ്റ് ഇട്ടതാണ്. അപ്പോൾ എന്തായാലും ശരി, പോട്ടെ, ബൈ.